ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. അവതാമവഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ സനാതനധർമ്മ വിശ്വാസികൾക്കിടയിൽ, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ, തിരുവിതാംകൂർ ഭാഗമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മലബാർ മേഖലയിൽ അവിടെയുള്ള നിരവധി ആൾക്കാർക്കിടയിലുണ്ടായ ഒരു വലിയൊരു സംശയം. ആ സംശയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹിന്ദുക്കളായ ആൾക്കാരൊന്ന് മരിച്ചു എന്നിരിക്കട്ടെ, ഈ മരിച്ച വീടുകളിൽ രാമായണം വായിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടൊരു സംശയം. അപ്പോൾ തിരുവിതാംകൂറുകളിലൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ പല വീടുകളിലൊക്കെ ഇത് കാണാം. അതേസമയത്ത് മുസ്ലിം വീടുകളിലും ക്രിസ്ത്യൻ വീടുകളിലൊക്കെ തന്നെ അവരുടെ ദൈവീകമായിട്ട് ഒട്ടനവധി ചടങ്ങുകൾ അവിടെ നടക്കുന്നുണ്ട്. ഹിന്ദു ഭവനത്തിൽ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന ഒരു ചടങ്ങാണ് ഈ രാമായണ പാരായണം. അപ്പോൾ അത് ശരിക്കും ഈ മരണ വീടുകളിൽ വായിക്കുന്നത് ശരിയാണോ എന്നുള്ളത് പ്രബലമായിട്ടൊരു സംശയമാണ്. ചിലപ്പോൾ നമ്മളിൽ പലർക്കും അത് ഉണ്ടാവാം. ഇത് പറയാൻ കാരണം വെച്ചാൽ പല ആൾക്കാരും പറയും, അയ്യോ അത് മരിച്ചു കഴിഞ്ഞാൽ പൊലയും വാലായ്മയും ഒക്കെ അല്ലേ, അല്ലെങ്കിൽ പൊലയുള്ളതല്ലേ, അവിടെ ഈ രാമായണം എന്ന് പറയുന്ന പുണ്യഗ്രന്ഥം വായിക്കുന്നത് മഹാപാപമല്ലേ എന്നൊക്കെ തരത്തിലൊക്കെയാണ് ആൾക്കാർ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരവുണ്ട്. എന്താണ്? മരണ വീടുകളിൽ രാമായണം പാരായണം ചെയ്യാം, യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട, 100% പാരായണം ചെയ്യാം. എന്നാൽ രാമായണം പാരായണം ചെയ്യുക എന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ളൊരു സംശയം എന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു ഭാഗം വായിക്കണമെന്നുണ്ടോ, അല്ലെങ്കിൽ ആദ്യം മുതൽ തന്നെ അങ്ങ് വായിക്കുകയാണോ ചെയ്യുക, എത്ര വരെയാണ് വായിക്കുക, ഇത്തരത്തിൽ സംശയം ഉണ്ടാവുമല്ലോ. അതല്ല എങ്കിൽ ഈ മരണ വീടുകളിൽ വായിക്കാൻ വേണ്ടി മാത്രം പ്രത്യേകം സജ്ജമാക്കിയിട്ട് ഏതെങ്കിലും ഒരു ഭാഗമുണ്ടോ, ഇന്ന ഭാഗം വായിക്കുന്നതാണ് ഉത്തമം എന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഉത്തരവുണ്ട്. നിർബന്ധമായിട്ടും ഇന്ന ഭാഗം വായിക്കുന്നതാണ് ഉത്തമം. രാമായണം വായിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമ്മൾ പറയണം. ഇവിടെ രാമായണം വായിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോഴാണ് പല ആൾക്കാർക്ക് സംശയം, എന്തിനു വേണ്ടിയിട്ട് രാമായണം വായിക്കുന്നത്? അതിനും കൃത്യമായ ഉത്തരവുണ്ട്. നമ്മുടെ സനാതനധർമ്മ വിശ്വാസികൾക്കിടയിലുള്ള എല്ലാ ആചരണവും കൃത്യമായിട്ട് അതിൻ്റെ പിന്നിലൊരു തത്വം ഉണ്ടാകും. അപ്പോൾ ആ തത്വമുള്ളത് കൊണ്ടാണ് നിർബന്ധമായിട്ട് നമ്മൾ രാമായണം വായിക്കണമെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാലം വായിച്ചിട്ടില്ല എങ്കിൽ ഇനിയെങ്കിലും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മളത് വായിക്കാനുള്ള, അല്ലെങ്കിൽ അയൽ വീടുകളിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഈ പറയുന്ന രാമായണം വായിക്കുവാനുള്ളൊരു സംവിധാനം നമ്മൾ അവിടെ തയ്യാറാക്കുക. അത് നമ്മൾ മുഖാന്തരം മുൻകൈ എടുത്തിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉത്തമം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ നമുക്കുണ്ടാവും. അതിലൊന്നാണ് ഏത് ഭാഗമാണ് വായിക്കേണ്ടത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏത് ഭാഗം വായിക്കണം എന്നുള്ളത് ഞാൻ ചോദിച്ചു. ആർക്കൊക്കെ ഇത് വായിക്കാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ചോദ്യം, പ്രബലമായ ചോദ്യം. ആരാണ് വായിക്കുക? ഈ മരിച്ച് കഴിഞ്ഞ പൊലയുള്ള ആൾക്കാർക്ക് വായിക്കാൻ പാടുണ്ടോ എന്നുള്ള തരത്തിലാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിനെല്ലാം നമുക്ക് ഉത്തരം പറയണം. ഇതുപോലെ നിരവധി ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നിരവധി സംശയങ്ങൾക്കുള്ള മറുപടി എന്ന വിധത്തിലാണ് ഇനിയുള്ള രാമായണവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എന്ത് വേണം? ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ ഒരു മണിയുടെ ചിത്രം ഉണ്ടാവും, അതുകൂടി തൊട്ട് കൊടുക്കുക. എന്തിനാണെന്നറിയോ? തുടർന്ന് വരുന്ന എല്ലാ വീഡിയോയും നിങ്ങൾ ഒന്നും തന്നെ പോയിട്ട് സെർച്ച് ചെയ്യുന്നും വേണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ ഞാനിവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു മെസ്സേജ് വരുക, ഇങ്ങനൊരു വീഡിയോ വന്നിട്ടുണ്ട്, ദയവായി കാണൂ.
അപ്പോൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് അത് കാണാനുള്ളൊരു അവസരം ഉണ്ടാകും. അതല്ലാതെ പോയിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. ഇനി വിഷയത്തിലേക്ക് കിടക്കാം, നമുക്ക് പെട്ടെന്ന് വിഷയം കിടക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് വെച്ചാൽ മരണ വീട്ടിൽ വിഷയം ഇത് പാടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ വായിക്കാം. എന്തിനാണ് വായിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. കാരണം മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച വ്യക്തിയുടെ ആത്മാവ് ഈ ശരീരത്തിൻ്റെ നിശ്ചിത അകലത്തിലായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോണ്ടാവും. ഏത് ജീവി മരിച്ചാലും അല്ലെങ്കിൽ ചത്തു കഴിഞ്ഞാലും അതിൻ്റെ ആ ശരീരത്തിലെ നിശ്ചിത അകലത്തിലാണ്, അത് നിശ്ചിത സമയം വരെ അവിടെ ഇങ്ങനെ നിൽക്കും. ഈ അവസരത്തിൽ പെട്ടെന്ന് ഈ ശരീരം വിട്ടു പോകുമ്പോൾ ആ ശരീരത്തിനുള്ള മമതയാണ് അവിടെ നിൽക്കാനുള്ള കാരണം. അപ്പോൾ ഈ ശരീരം വിട്ട് അത് എവിടത്തേക്ക് പോകേണ്ടതാണ്? അത് യഥാർത്ഥത്തിൽ പ്രേതലോകത്തേക്കാണ് ആത്മാവ് പോകേണ്ടത്. അപ്പോൾ അത് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ആത്മാവിന് ഇനി തൻ്റെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ രാമായണ പാരായണത്തിലൂടെ ചെയ്യുന്നത്. കാരണം മരിക്കുന്നത് എന്താണ്, ഈ ശരീരം വിട്ടുപോയ ആത്മാവിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ആ ആത്മാവ് എങ്ങനെയാണ് പുനർജനിക്കുമ്പോൾ എങ്ങനെ ശ്രേഷ്ഠമതയിലേക്ക് എത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഈ രാമായണം വായിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അതിൻ്റെ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ജനിക്കുന്ന അല്ലെങ്കിൽ അടുത്ത ജന്മമുണ്ടല്ലോ, പുനർജന്മം എന്ന് പറയുന്നത്, ആ പുനർജന്മത്തിൽ ശ്രേഷ്ഠമായ ജന്മം കിട്ടുവാൻ എന്ത് ചെയ്യണമെന്ന് ഈ രാമായണത്തിൻ്റെ ആ ഭാഗത്ത് പറയുന്നുണ്ട്. മരിച്ച ആത്മാവ്, ഇപ്പം മരിച്ച ശരീരത്തിൻ്റെ ഉടമയായിട്ടുള്ള ആത്മാവിനും ഈ ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവരോട് ഇനി നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ് ഈ രാമായണ പാരായണത്തിലൂടെ നമ്മൾ അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആത്മാവിന് ഒരു ബോധ്യം വരും, ഇനി എൻ്റെ അവസ്ഥ ഇന്നതാണ്, ഞാൻ ഇങ്ങോട്ടാണ് പോകേണ്ടത്, ഈ വിധത്തിൽ എനിക്ക് പോകും, ഈ തരത്തിൽ ഞാൻ രണ്ടാമത് ഇവിടെ വരും, പുനർജനിക്കും എന്നൊക്കെയുള്ള ധാരണ അവർക്കുണ്ടാകുന്നു. അതാണ് രാമായണം വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടതും ആ ആത്മാവിന് മനസ്സിലാക്കാൻ വേണ്ടി, ആത്മാവിൻ്റെ യാത്ര സുഗമമാക്കാൻ വേണ്ടിയാണ് രാമായണം വായിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇനി രാമായണം വായിക്കാൻ നമ്മൾ വീട്ടിലേക്ക് എത്തി. മരിച്ച വീട്ടിൽ ആരൊക്കെ വായിക്കണമെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. 100% മരിച്ച വീട്ടിൽ ആർക്ക് വേണമെങ്കിലും രാമായണം പാരായണം ചെയ്യാം. പൊലയുള്ളവരാണോ വായിക്കാം, അല്ല എന്ത് അശുദ്ധിയുള്ളവരാണോ അവർക്കെല്ലാം ഇത് വായിക്കാം. അതൊന്നും വിഷയമില്ല. ഇപ്പം എൻ്റെ അച്ഛൻ മരിച്ചു, ഞാൻ വായിക്കുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല. എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ വായിക്കുന്നതാണ് അച്ഛന് ഏറ്റവും ഇഷ്ടം, അച്ഛൻ്റെ ആത്മാവിന് ഏറ്റവും സന്തോഷം പോലും അതാണ്. അപ്പോൾ ഞാൻ വായിക്കുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല. രാമായണത്തിന് എന്ന് വെച്ചാൽ പുണ്യഗ്രന്ഥങ്ങൾക്കും നിലവിളക്കിനും അശുദ്ധിയും ശുദ്ധിയും ഇല്ല, എപ്പോഴും ശുദ്ധമാണ്. അശുദ്ധിയെ ശുദ്ധമാക്കുന്നതാണ് പുണ്യഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ നിലവിളക്കും. നമ്മുടെ ആത്മീയമായിട്ടുള്ള അശുദ്ധിയെ ഇല്ലാതാക്കി ശുദ്ധമാക്കാൻ പുണ്യഗ്രന്ഥങ്ങളും അന്തരീക്ഷത്തിലുള്ള അശുദ്ധിയെ ഇല്ലാതാക്കി ശുദ്ധമാക്കാൻ വേണ്ടി നിലവിളക്കും. അപ്പോൾ അതിന് ഒരിക്കലും അശുദ്ധി ബാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആ മരിച്ച വീട്ടിൽ രാമായണം വായിക്കാൻ വേണ്ടിയിട്ട് ആർക്കും പാരായണം ചെയ്യുക, അതിലൊരു തെറ്റുമില്ല. ഇതേപോലെ തന്നെയാണ് പുണ്യഗ്രന്ഥങ്ങൾ ഏത് വേണമെങ്കിലും നമുക്ക് അവിടെ വായിക്കാം, അതിലൊന്നും ഒരു തെറ്റില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് എനിക്ക് വായിക്കാൻ താല്പര്യമുണ്ട്. എൻ്റെ അച്ഛൻ മരിച്ചാവട്ടെ, അമ്മ മരിച്ചതാവട്ടെ, അല്ലെങ്കിൽ അയൽവാസി മരിച്ചതാവട്ടെ, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി വായിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ ഏത് ഭാഗമാണ് വായിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് അതൊന്ന് പറഞ്ഞു തരണമെന്ന് നിരവധി ആൾക്കാർ ആവശ്യപ്പെടാറുണ്ട്. ഞാൻ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ എന്നുവെച്ചാൽ സംശയ നിവാരണം എന്ന് പറയുന്നൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിൽ ഞാൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിരവധി വരാറുണ്ട്, അതിൽ കൃത്യമായിട്ട് അവിടെ മറുപടി കൊടുക്കാറുണ്ട്. പല ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു സംശയമാണിത്. അപ്പോൾ നമ്മളൊരു വീട്ടിലെത്തി, അല്ലെങ്കിൽ ആ വീട്ടുകാരാണ് വായിക്കുന്നത്, ആര് വായിക്കുമ്പോഴും ആദ്യം എന്ത് വേണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ രാമായണമാണ്, ഈ രാമായണം നമ്മളെടുത്ത് ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് കണ്ണുകൊണ്ടിൽ അതിനെ ആദരിച്ച് എവിടെ നിന്നെങ്കിലും ഒന്ന് നമ്മൾ പകുത്തെടുക്കുക. ഇങ്ങനെ നമ്മളൊരു ഭാഗം പകുത്തെടുത്തു. ഇങ്ങനെ പകുത്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഭാഗമുണ്ടല്ലോ, ഈ ഭാഗത്തിൻ്റെ വലതുഭാഗത്തെ ഇത് മുകളിൽ നിന്നും താഴോട്ടേക്ക് നമ്മൾ 7 വരി എണ്ണുക. 7 വരി എണ്ണിയിട്ട് ആ വലതുഭാഗത്ത് നിന്ന് 7 വരി എണ്ണിയിട്ട് ആ 7ാമത്തെ വരിയിൽ മുതൽ നമ്മൾ 7ാമത്തെ വരിയിലെ 7ാമത്തെ അക്ഷരം എന്നാണ് പറയുക, ഏതായാലും ആ അക്ഷരം മുതൽ നമ്മൾ വായിച്ചു തുടങ്ങും. ഇതെന്തിനാണ് ഇങ്ങനെ വായിക്കുന്നത്? 7ാമത്തെ വരിയിൽ ഇങ്ങനെ വായിക്കുന്നത് അത് പകുത്തെടുത്തിട്ട് എന്തിനാണ് വായിക്കുന്നതെന്ന് വെച്ചാൽ ആ വീട്ടിൽ മരണം നടന്ന വീടിൻ്റെ അപ്പോഴത്തെ അല്ലെങ്കിൽ അവിടുത്തെ അന്തരീക്ഷം എന്താണ്
എന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ലക്ഷണം ആ ഭാഗത്തുണ്ടാവും. ഈ മരണം നടന്നതുമായി ബന്ധപ്പെട്ട് ഇനി അവിടെ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എന്താണ് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ മാനസികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരം ആ ഭാഗത്തുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളൊരു ജ്യോതിഷിയെ കാണുന്നതിന് പകരം ഈ രാമായണം പകുത്തെടുത്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അത് ഇപ്പം ഞാനൊക്കെയാണ് മരണ വീട്ടിൽ വായിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗം വായിച്ചിട്ട് അവരുടെ അന്തരീക്ഷം നല്ലതാണെങ്കിൽ, എല്ലാ മക്കൾക്കും നല്ല സഹകരിച്ചിട്ട് അവർ പോകുന്ന ആൾക്കാരാണെങ്കിൽ ആ വിഷയം നമ്മൾ അവരോട് പറയും. ഇല്ലെങ്കിൽ മിണ്ടില്ല. കാരണം എന്താ, ഇനി ഈ വിഷയം കേട്ടിട്ട് അവിടെ ഒരു സംഘർഷം ഉണ്ടാവേണ്ടത് കരുതി ഞാൻ മിണ്ടാതെ വരികയാണ് ചെയ്യുക. ഏതായാലും ആ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കൊടുക്കാറ്. നിരവധി ആൾക്കാർ വായിച്ചിട്ട് പറയും ഇത് ഇങ്ങനെ ഭാഗം വായിച്ചിട്ടുണ്ട്, എന്താണ് അതിൻ്റെ തത്വം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ അറിയുന്ന കാര്യം പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, എന്തോ ആവട്ടെ. അപ്പോൾ അത് ആ ഭാഗം പകുത്തെടുത്തിട്ട് ഒരു 2 പേജ് അത് വായിച്ചു. ഈ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണ വീട്ടിൽ വായിക്കേണ്ട ഭാഗം എടുക്കും. ഏതാണെന്നറിയാം? അത് വേറെ ഒരു ഭാഗമല്ല, ദശരഥൻ്റെ ചരമഗതി എന്ന് പറയുന്ന ഭാഗത്താണ് തുടങ്ങേണ്ടത്. ദശരഥൻ്റെ ചരമഗതി എന്ന് പറയുന്ന ഭാഗം നമുക്ക് ചില പുസ്തകങ്ങളിൽ പല തരത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദശരഥൻ്റെ ചരമഗതി എന്നുള്ള ഹെഡിങ് ഉണ്ടാവും. അയോധ്യ കാണ്ഡത്തിലാണ് അതുള്ളത്. അപ്പോൾ അവിടെ എടുത്തിട്ട് നമ്മൾ ആ അധ്യായം ആരംഭിക്കുന്നത്, ദശരഥൻ്റെ ചരമഗതി എന്ന് പറയുന്ന ഭാഗം ആരംഭിക്കുന്ന അവിടെ തന്നെ നമ്മൾ തുടങ്ങുക. അവിടെ നിന്ന് തുടങ്ങിയിട്ട് തൊട്ടടുത്ത ഭാഗമുണ്ട്. ദശരഥൻ്റെ ചരമഗതി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ഭാഗം ഭരതൻ്റെ ആഗമനമാണ്. അത് കഴിഞ്ഞാൽ ഈ സംസ്കാര കർമ്മം. ഈ 3 ഭാഗങ്ങളും നമ്മൾ വായിക്കും. ആദ്യം ദശരഥൻ്റെ ചരമഗതി വായിച്ച്, അവിടുന്ന് ഭരതൻ്റെ ആഗമനം വായിച്ച്, പിന്നീട് സംസ്കാര കർമ്മം കൂടി വായിക്കും. അപ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. എന്താണ് ഒരാൾ മരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇത് മാത്രമല്ല, അവിടെ പ്രധാനമായിട്ടും ഇവിടെ ദശരഥൻ്റെ ചരമഗതി വായിച്ച് അവിടുന്ന് അതിന് ശേഷം ഭരതൻ്റെ ആഗമനം കഴിഞ്ഞു. ഭരതൻ വന്നതിന് ശേഷം പൊട്ടിക്കരയിഞ്ഞിട്ട് അച്ഛൻ മരിച്ച സമയത്ത് ആ ശരീരം എണ്ണത്തോണിയിൽ നിന്നെടുത്ത് അതിനുശേഷം കരയുന്നൊരു ഭാഗമുണ്ട്. ആ കരച്ചിൽ കേട്ടിട്ട് ഗുരുവായിട്ടുള്ള വസിഷ്ഠൻ അവിടെ വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആരായാലും എപ്പോഴായാലും മരിക്കും. ഈ ശരീരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്നത് നിങ്ങളുടെ അച്ഛൻ എന്ന് പറയുന്നല്ലോ, അത് ഈ ശരീരമാണോ അല്ലെങ്കിൽ ആത്മാവാണോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ ശരീരത്തിനെയാണോ നിങ്ങൾ സ്നേഹിച്ചത്, ആത്മാവിനെയാണോ സ്നേഹിച്ചത്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ നിലവിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഭാഗമുണ്ട്. അപ്പം ഒരു മനുഷ്യൻ്റെ ശരീരത്തിനെയല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്. ശരീരം ഏത് നിമിഷവും, അല്ലെങ്കിൽ ആത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ ശരീരം ജഡമാണ്. ആ ജഡത്തിനെ കൊണ്ട് ഒരു ഗുണവുമില്ല. ആ ജഡം കെട്ടിപ്പിടിച്ചിട്ടാണ് നമ്മൾ കരയുന്നത്. ഈ ജഡത്തിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. ഈ ജഡം കെട്ടിപ്പിടിച്ച് കരയുന്ന അവസരത്തിൽ നമ്മൾ ചിന്തിക്കുക, ഇത് എപ്പോഴും വേസ്റ്റാണ്, ഒന്നിനും കൊള്ളാത്താണ്ട്, ഇത് നശിപ്പിക്കേണ്ടതാണ്, ഇത് സംസ്കരിക്കേണ്ടതാണ്, ഇത് അഗ്നിയിൽ നശിപ്പിക്കേണ്ടതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ആ ആത്മാവിന് ജനനവുമില്ല മരണവുമില്ല എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു രാമായണത്തിലൂടെ. അപ്പോൾ ഇവിടെ ഈ ഭരതൻ്റെ ആ കരച്ചിൽ കേൾക്കുന്ന അവസരത്തിൽ വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞു കൊടുക്കുന്നു. കാരണം ഈ പറയുന്ന ദശരഥനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നു. കാരണം ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ ജനിക്കുന്ന അവസരത്തിൽ എത്ര വർഷമാണ് ഇവിടെ ജീവിക്കേണ്ടതെന്നുള്ളത് ആദ്യമേ കണക്കാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അവരുടെ ആയുസ്സിനനുസരിച്ച് അവർ ആസ്വദിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന പരമാവധി അതിൻ്റെ പരിമിതി, അതിൻ്റെ ഒരംശം പോലും മറ്റുള്ളവർ പലരും അനുഭവിക്കാത്ത ആൾക്കാരായിരിക്കും. പലർക്കും ആ സുഖം ലഭിക്കാത്ത ആളായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് സുഖ സൗകര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായ കർമ്മങ്ങൾ പലതും പൂർത്തിയാക്കിയ ആളാണ്. അപ്പോൾ ആ പൂർത്തിയാക്കി കഴിഞ്ഞാൽ എന്താണ്, ആ ഡ്യൂട്ടി കഴിഞ്ഞാൽ അത് തിരിച്ചു പോകേണ്ടതാണ്. നമ്മുടെയൊക്കെ വീട്ടിലിപ്പോൾ ഒരാൾ മരിച്ചു എന്നിരിക്കട്ടെ, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിലവിളിച്ച് കരയില്ലേ? ഈ കരയുന്ന അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ചിലപ്പോൾ ഒരു 60 വയസ്സായി അല്ലെങ്കിൽ 50 വയസ്സായി. ഈ 50 വയസ്സ് വരെ ഇദ്ദേഹം നമ്മളോടൊപ്പം നിന്നിട്ട് നമ്മൾക്കൊരു മാർഗദർശിയായി നിന്നില്ലേ? നമ്മുടെ കുടുംബത്തിന് സുഖമുണ്ടാകുന്ന തരത്തിൽ പ്രവർത്തിച്ചില്ലേ? നമ്മുടെ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ലേ? ഈ 50 വർഷം കിട്ടിയത് എത്ര ഭാഗ്യമാണ്. ഇത്രയും കിട്ടാത്ത എത്ര കുടുംബമുണ്ട്. ഇപ്പോൾ അച്ഛനാണെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞതിന് പിറ്റേ ദിവസം തന്നെ ഭർത്താവ് മരിച്ചു. ആ കുട്ടിയെ വളർത്തിയത് മക്കളാണെന്നിരിക്കട്ടെ, ആ മക്കൾക്ക് ആ അച്ഛൻ്റെ സൗഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ, അവർ ജനിച്ച ഉടൻ തന്നെ അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പോൾ എൻ്റെ വീട്ടിലെ അച്ഛൻ 50 വർഷം നമ്മൾക്ക് സന്തോഷം തന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. 50 വർഷം നമ്മൾക്കിടയിൽ ജീവിച്ചില്ലേ? ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെ മകനാണ് മരിച്ചതെങ്കിൽ ജനിച്ചു വീണതിൻ്റെ പിറ്റേ ദിവസം തന്നെ മരിച്ചുപോയ മകനുമുണ്ട്, മകളുമുണ്ട്.
നവജാത ശിശുക്കൾ മരിക്കുന്നത്. എന്നിട്ടും എൻ്റെ കുട്ടികൾ എനിക്ക് എൻ്റെ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് 16 വയസ്സ് വരെ അല്ലെ 22 വയസ്സ് വരെ അല്ലെ 30 വയസ്സ് വരെ എനിക്ക് എൻ്റെ അരികിൽ ഉണ്ടായില്ലേ, എന്നെ അമ്മയെന്ന് വിളിക്കാനും എൻ്റെ വാക്കുകൾ കേൾക്കാനും എന്നെ സ്നേഹിക്കാനും എനിക്ക് കൊഞ്ചിക്കുവാനും എനിക്ക് അവരുടെ കളിയും ചിരിയും കേൾക്കുവാനുള്ള ഒരു അവസരം ദൈവം ഉണ്ടാക്കി തന്നില്ലേ. എന്തായാലും 16 വർഷമെങ്കിൽ 16 വർഷം, 15 വർഷമെങ്കിൽ 15 വർഷം, 25 25 വർഷം എനിക്ക് എന്നോടൊപ്പം ഉണ്ടായില്ലേ എന്ന് അമ്മമാർ ചിന്തിക്കേണ്ടതാണ്. കാരണം ചില ആൾക്കാർ നവജാത ശിശുവായിട്ട് തന്നെ മരിച്ചു പോയിട്ടുണ്ട്. അത് സഹോദരിയാവട്ടെ, സഹോദരനാവട്ടെ, അച്ഛനാവട്ടെ, ആരും ആവട്ടെ, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മളോടൊപ്പമുള്ള ആരായാലും ഞാനടക്കം എന്താണ് ഒരു നിമിഷം ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോകേണ്ടതാണ്. അത് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുക. അതൊരു അറ്റാക്കായിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു ഷോക്കായിട്ട് നമുക്ക് കാണേണ്ടതല്ല. ഏത് നിമിഷവും നമ്മളെല്ലാവരും ഇവിടെ നിന്ന് വിട്ടുപോകണം. അപ്പോൾ അത് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുക. ആരെയും അതുകൊണ്ട് അമിതമായി സ്നേഹിച്ച് ഞാൻ മരിക്കുമ്പോഴും ഇവരിവിടെ ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണ്ട. ഇവരെല്ലാവരും ഇവിടെ ഉണ്ടാകുമല്ലോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ മരിക്കും, അതുവരെ എനിക്ക് ഇവിടെ എല്ലാവരും ഉണ്ടാകും, ഈ സ്വത്തും ഉണ്ടാകും, ഈ സമ്പാദ്യവും ഉണ്ടാകും, ഈ വീടും ഉണ്ടാകും, ഈ കാറും ഉണ്ടാകും, എൻ്റെ ഭാര്യയും ഉണ്ടാകും, എൻ്റെ മക്കളും ഉണ്ടാകും, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവും ഉണ്ടാകും, എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് വെച്ചാൽ അത് സാധ്യമാക്കണമെന്നില്ല. ഏത് നിമിഷവും ഇവരെല്ലാം തന്നെ വിട്ടുപോകും. അതാണ് രാമായണം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ദശരഥൻ്റെ ചരമഗതി വായിച്ചു കഴിഞ്ഞാൽ ആ സംസ്കാര കർമ്മത്തിൽ എങ്ങനെയാണ് സംസ്കാരം ചെയ്യുന്നതെന്നൊക്കെ വളരെ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്. സംസ്കാര കർമ്മത്തിൽ എങ്ങനെയാണ് ഈ സംസ്കാര കർമ്മം ചെയ്യുന്നത് എന്നതിൽ നമ്മുടെ ശരിയായ ആചാരങ്ങളെക്കുറിച്ചൊക്കെ അതിൽ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഭരതൻ്റെ വിലാപമൊക്കെ കഴിഞ്ഞ് ഈ സംസ്കാര കർമ്മമൊക്കെ വായിച്ചു കഴിഞ്ഞു നിൽക്കട്ടെ. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വായിക്കേണ്ടത് കിഷ്കിന്ധാകാന്ഡത്തിലാണ്. കിഷ്കിന്ധാകാന്ഡമാണ്. നമ്മൾ അയോധ്യകാന്ഡം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരണ വീട്ടിൽ വായിക്കേണ്ടത് കിഷ്കിന്ധാകാന്ഡത്തിൽ സമ്പാദ്യവാക്യമാണ്. സമ്പാദിയും നിശാകരമുനിയും തമ്മിലുള്ള സംഭാഷണമാണ് പിന്നെ വായിക്കേണ്ടത്. എന്താണ് ആ ഭാഗത്ത്? ഇതാണ് അതിൻ്റെ കണ്ടിന്യൂ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ദശരഥൻ മരിച്ചു, അതിൻ്റെ സംസ്കാരാദി കർമ്മങ്ങൾ ചെയ്യുന്നു. ആ സംസ്കാരാദി കർമ്മങ്ങൾ ചെയ്യുന്ന അവസരത്തിൽ ആത്മാവിന് എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ അവിടെ പറഞ്ഞല്ലോ. അപ്പോൾ മരിച്ചു കഴിഞ്ഞ ആത്മാവ് പിന്നെ വീണ്ടും പുനർജനിക്കും എന്ന് പറയുന്നു. അത് എങ്ങനെയാണ് പുനർജനിക്കുന്നത് എന്ന് സമ്പാദ്യവാക്യത്തിലാണ് പറയുന്നത്. ഈ ആത്മാവ് ഇതെല്ലാം കേൾക്കണം, നമ്മളും കേൾക്കണം. മരണ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഇത് കേൾക്കണം. ഈ ഭാഗം വായിക്കുന്ന സമയത്ത് ശ്രദ്ധാപൂർവം കേൾക്കണം. ഞാനൊക്കെ പല വീടുകളിലും പോയി കഴിഞ്ഞാൽ ഈ വായിക്കുന്ന അവസരത്തിൽ അതിൻ്റെ അർത്ഥം കൂടി വിവരിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ആ സമ്പാദ്യവാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? ഈ മരിച്ച വ്യക്തിയുടെ ആത്മാവ് നേരെ പ്രേതലോകത്ത് പോകും എന്നൊക്കെ പറഞ്ഞില്ലേ? അത് എങ്ങനെയാണ് പോകുന്നത് വളരെ കൃത്യമായിട്ട് അവിടെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രേതലോകത്ത് പോയി അവിടെ നിശ്ചിത കാലം കഴിഞ്ഞതിന് ശേഷം അത് ചന്ദ്രലോകത്തേക്ക് എത്തും. ഈ പ്രേതലോകം എന്ന് പറഞ്ഞാൽ ചന്ദ്രലോകത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പറയുന്നത്. ചന്ദ്രലോകത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് പ്രേതലോകം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് ചന്ദ്രലോകത്തെത്തി അവിടെ മഞ്ഞുതുള്ളികളിൽ കലർന്ന് നേരെ ഭൂമിയിലേക്ക് എത്തിച്ചേർന്ന് ആ ഭൂമിയിലെ ഫലമൂലാദികളിലേക്ക് എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഫലമൂലാദികൾ കഴിക്കുന്ന മനുഷ്യനെ അല്ലെങ്കിൽ പുരുഷനായ ആൾക്ക്, പുരുഷ പ്രജ, അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത് രേതസ്സായി എത്തിച്ചേരുന്നു എന്ന് പറയും. അവന് രേതസ് ഉണ്ടാകുന്നില്ലേ? നമ്മൾക്കറിയില്ല, ചില ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ശുക്ലം കൂടുതലായിട്ടുണ്ടാകുന്നു, അതിൽ ഇന്ന അണുക്കൾ കൂടുതലായിട്ട് വരുന്നു, ഇന്നു കുറയുന്നു, ഇന്ന ഭക്ഷണം കഴിച്ച് ഇന്നത് കൂടുന്നു എന്നൊക്കെ പറയുന്നില്ലേ? അപ്പോൾ അത് ആ ഭക്ഷണത്തിലൂടെ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് എത്തുന്നു. ആ ശരീരത്തിലെത്തുന്ന സാധനം പുരുഷനും സ്ത്രീയും തമ്മിൽ സംഗമിക്കുമ്പോൾ ഈ പുരുഷൻ അവൾക്ക് ഗർഭധാനം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അതിലൂടെ അങ്ങോട്ട് കൊടുക്കുന്നു. ഏത്? ഈ മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവ് പ്രേതലോകത്തെത്തി ചന്ദ്രലോകത്തെത്തി അത് ഭൂമിയിൽ ഫലമൂലാദികളിലൂടെ വീണ്ടും മനുഷ്യനിലേക്ക് എത്തിച്ചേരും. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഇന്ന് സയൻസ് ഇത് അംഗീകരിച്ചു. സയൻസ്, ലോകത്തിലുള്ള ശാസ്ത്രം ഇതിൻ്റെ ഈ രാമായണത്തിലെ ഭാഗം വളരെ വ്യക്തമായിട്ട് അംഗീകരിച്ച് അവരും ഇത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. അവരതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇന്ന ഭക്ഷണം കഴിച്ചാൽ ഇപ്പം ചില ആൾക്കാർ പറയും എനിക്ക് കൗണ്ടിങ് കുറവാണ്, ശരി ഇതാ ഇന്ന ഭക്ഷണം കഴിക്കൂ അതിലൂടെ ഉണ്ടാകും. എങ്ങനെ ഭക്ഷണത്തിന് വന്നത്? അത് വളരെ വ്യക്തമായിട്ട് രാമായണം പറയുന്നു. എന്നിട്ടോ ഈ ഗർഭപാത്രത്തിലെത്തിയ കുട്ടിക്ക് ഒന്നാം ദിവസം അല്ലെങ്കിൽ ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? പുരുഷൻ സ്ത്രീക്ക് ഗർഭം ദാനം നൽകുന്ന അവസരത്തിൽ അവിടെ ഒന്നാമത്തെ നിമിഷം എന്ത് സംഭവിക്കുന്നു, രണ്ടാമത്തെ നിമിഷം എന്ത് സംഭവിക്കുന്നു, തുടർന്ന് അങ്ങോട്ട് ഒന്നാം ദിവസം രണ്ടാം ദിവസമൊക്കെ എന്ത് സംഭവിക്കുന്നു? ഒരു മാസമാകുമ്പോൾ ആ ഗർഭത്തിലേക്ക് അല്ലെങ്കിൽ ആ ഈ ദാനം നൽകിയ ആ
ഇത് എന്താണ് സംഭവിക്കുന്നത്, ബീജം അണ്ടത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മുടെ പുണ്യഗ്രന്ഥത്തിൽ വിവരിക്കുന്നു രാമായണത്തിൽ. ഇത് പറയുമ്പോൾ ആ ആത്മാവിന് മനസ്സിലാവും ഞാൻ ഇതുപോലെ വീണ്ടും ഇവിടെ എത്തിച്ചേരുമെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അങ്ങനെ 1-ാം ദിവസം അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ ഇങ്ങനെയുണ്ടാകുന്നു, 2-ാം മാസം ആകുമ്പോൾ ഇങ്ങനെയാവും, 3-ാം ദിവസമാകുമ്പോൾ ഇത്ര വ്യത്യാസം വരും എന്ന് പറയുന്നു. അതിൽ വളരെ പറയുന്നു, രോമങ്ങൾ വളരുന്നത് എത്രാമത്തെ മാസത്തിലാണ്, കണ്ണുകൾ ഉണ്ടാകുന്നത് എത്രാമത്തെ മാസത്തിലാണ്, നഖങ്ങൾ ഉണ്ടാകുന്നത് എത്രാമത്തെ മാസത്തിലാണ്, എല്ലുകൾ ഉണ്ടാകുന്നത് എത്രാമത്തെ മാസത്തിലാണ്, 6-ാം മാസമാകുമ്പോൾ ചെവി ഉണ്ടാകുന്നു എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നു. ഇന്ന് മെഡിക്കൽ സയൻസ് ഈ സ്കാനിങ് മെഷീൻ കണ്ടെത്തിയിട്ട് കുറേ കാലമൊന്നും ആയിട്ടില്ല, വളരെ അടുത്ത കാലമാണ്. ഒരു 10-25 അല്ലെങ്കിൽ ഒരു 50 വർഷത്തിനിപ്പുറം നമുക്ക് അങ്ങനെ പറയാം. കൂടുതൽ 50 വർഷത്തിന് സമയത്തൊന്നും സ്കാനിങ് മെഷീൻ ഇല്ല, എന്നാലും നമുക്ക് പറയാം 50 വർഷം എന്ന് പറയാം മാക്സിമം പോയാൽ. ഈ 50 വർഷം മുമ്പാണല്ലോ രാമായണം എഴുതിയിട്ടുള്ളത്. ആ രാമായണത്തിൽ പറയുന്ന ആ കാര്യം അതേപടി ഏതിലുണ്ട്, നമ്മുടെ ഈ പറയുന്ന ശാസ്ത്രം ഇപ്പം നടപ്പിലാക്കും. നമ്മുടെ ഗർഭപാത്രത്തിൽ നടക്കുന്ന സ്കാനിങ് മെഷീൻ കണ്ടുപിടിക്കാത്ത കാലത്ത് നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയ കാര്യമാണ് രാമായണത്തിൽ പറയുന്നത് വളരെ കൃത്യമായിട്ട്. അപ്പോൾ ഈ പറയുന്ന കുട്ടിക്ക് ചെവി ഉണ്ടാകുന്നത് എപ്പോഴാണ്, കണ്ണുകൾ ഉണ്ടാകുന്നത് എപ്പോഴാണെന്നൊക്കെ പറഞ്ഞ് എത്ര മാസമാണ് ഈ അണ്ടാശയത്തിൽ അല്ലെങ്കിൽ ഗർഭത്തിൻ്റെ ഭിത്തി തകർത്തും കൊണ്ട് കുട്ടി സ്വയം പുറത്തേക്ക് വരുന്നത് എപ്പോഴാണെന്ന് പറയുന്നു. ഗർഭത്തിൻ്റെ ഭിത്തി സ്വയം തകർത്ത് പുറത്തേക്ക് വരണം. അങ്ങനെ വരുന്ന കുട്ടി സ്വയം പര്യാപ്തത നേടും. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കഴിവ് ആ കുട്ടിക്ക് നേടിയെടുക്കും. അതല്ല അലസനായിട്ട് മടിയനായിട്ട് ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന അവസരത്തിൽ പുറത്തേക്ക് വരാൻ കഴിയാതെ അങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടർമാർ കീറി മുറിച്ചിട്ട് പുറത്തേക്ക് വരും. അവൻ പുറത്തെത്തി കഴിഞ്ഞാൽ ഇതുപോലെ അലസനായിരിക്കും, മടിയനായിരിക്കും, അവനൊന്നിനും ഒരു ത്രാവണി ഉണ്ടാകില്ല. ഒരു പട്ടി ഓടിച്ചു നിന്നിരിക്കട്ടെ, പട്ടി ഓടിച്ചു കഴിഞ്ഞാൽ അവൻ ഗർഭപാത്രത്തിൽ നിന്ന് തകിടം മറിച്ച് അവൻ പുറത്തേക്ക് വന്നവനാണ്, സ്വയം പുറത്തേക്ക് വന്നവനാണെങ്കിൽ അവൻ ഉടൻ തന്നെ ചാടിയോ അടുത്തുള്ള മരത്തിൻ്റെ മണ്ടയിൽ കയറിയിട്ട് അവൻ രക്ഷപ്പെടും. അതല്ലാത്തവനാണെങ്കിൽ പട്ടി കടിക്കാൻ വന്നാലും അവൻ അയ്യോ അമ്മ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് കരയേണ്ടി വരും. അല്ലെങ്കിൽ ഓടുക എന്നല്ലാതെ അവന് വേറൊരു മാർഗ്ഗമില്ല, അവനെ പുറകെ അതിന് കടിക്കാൻ, അവന് ഓടാൻ പോലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ അതിനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിക്ക് നാശമില്ലാത്ത വിധത്തിൽ തന്നെ. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് രാമായണത്തിൽ പറയുന്നു എന്താണ് ഈ പുനർജന്മം നടക്കുന്നത് എന്ന്. അപ്പോൾ ഈ മരിച്ചുപോയ ആത്മാവ് പ്രേതലോകത്തെത്തി, അവിടുന്ന് ചന്ദ്രലോകത്തെത്തി, അവിടുന്ന് വീണ്ടും ഭൂമിയിൽ ഫലമൂലാദികളിലൂടെ പുരുഷനിലൂടെ സ്ത്രീയുടെ ഗർഭപാത്രത്തിലെത്തി വീണ്ടും പുനർജനിക്കുന്നു. ആ പുനർജനിക്കുന്ന അവസരത്തിൽ 1-ാം മാസം, 2-ാം മാസം, 3-ാം മാസം, 6-ാം മാസം, 8-ാം മാസം, 9-ാം മാസം ഒക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ആ ആത്മാവിനെയും അതുപോലെ അവിടെയുള്ള സകല ജീവജാലങ്ങളെ അല്ലെങ്കിൽ മനുഷ്യന്മാരെ അടക്കം ബോധവൽക്കരിക്കുകയാണ് മരണ വീട്ടിൽ നടക്കുന്ന രാമായണ പാരായണത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇത് വായിച്ചു കഴിഞ്ഞു, സമ്പാദ്യവാക്യം കഴിഞ്ഞു. സമ്പാദ്യവാക്യം കഴിഞ്ഞാൽ പിന്നെയുള്ളത് എന്താണ്? പിന്നെ വായിക്കേണ്ടത് എന്താണ്? ഈ കുട്ടി 10 മാസമായി കഴിഞ്ഞു. ഇനി എങ്ങനെയുള്ള കുട്ടിയായിട്ടാണ് ഞാൻ ജനിക്കേണ്ടത് എന്ന് തീരുമാനിക്കണം. ആത്മാവിന് ആ ബോധം ഉണ്ടാവണം. അതുപോലെ തന്നെ അവിടെയുള്ള സകല മനുഷ്യർക്കും ബോധം വേണം. നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, നമ്മൾ ശ്രേഷ്ഠതയിലേക്ക് എത്തണം. അപ്പോൾ എന്തായിരിക്കണം? നമ്മൾ സാക്ഷാൽ ശ്രീരാമനെ പോലെ മര്യാദ പുരുഷോത്തമനെ പോലെയുള്ള ഒരു ശിശുവായിട്ട് നമ്മൾ ജനിക്കണമെങ്കിൽ ആ ഭാഗം നമ്മൾ വായിക്കുന്നു. ശ്രീരാമ അവതാരം 3ാമത് വായിക്കുന്ന ഭാഗമാണ്. ശ്രീരാമ അവതാരം 3ാമതല്ല 4ാമത് വായിക്കുന്ന ഭാഗം. ഈ ശ്രീരാമ അവതാരം വായിക്കുമ്പോൾ അവിടെ എന്തായി? ഇതുപോലെയുള്ളൊരു ശ്രേഷ്ഠനായ ഒരു ശിശുവായിട്ട് ജനിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജന്മം കൊണ്ട് ജനിക്കുന്ന സമയത്ത് നമ്മുടെ സ്വഭാവം എന്തുമായിരിക്കും? നമ്മളെല്ലാവരും ഒരുപോലെയാണ് ജനിക്കുന്നത്. നഗ്നരായിട്ട് ഇവിടെ ജനിക്കും. ഒരാളും കഴിവില്ലാവരായിട്ടല്ല, എല്ലാവരും ഇവിടെ നഗ്നരായിട്ട് ജനിക്കും. പക്ഷേ ജനിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയായിരിക്കണം? അത് ശ്രീരാമനെ പോലെ ആയിരിക്കണം എന്ന് ഇവിടെ പറഞ്ഞു തരികയാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ആ ആത്മാവ്, പ്രേതലോകത്ത് പോകുന്ന ആത്മാവ്, ഇത്രയും കാലം ഞാൻ ഏതൊക്കെയോ തരത്തിൽ ദുരിതപൂർണമായ ജീവിതമാണ് ഞാൻ നയിച്ചത്, വളരെ മ്ലേച്ഛമായ ജീവിതമാണ് ഞാൻ നയിച്ചത്. ഇനി എനിക്ക് ശ്രേഷ്ഠമായ ജീവിതം നയിക്കണം. ഞാനൊരു പുതിയ മനുഷ്യനായിട്ട് അല്ലെങ്കിൽ പുതിയ ജീവിയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അത് മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതം എനിക്ക് നയിക്കണം എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് അവിടെ നമ്മൾ ശ്രീരാമ അവതാരം വായിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ മുത്തച്ഛനാവട്ടെ മുത്തശ്ശിയാവട്ടെ ആര് മരിച്ചു കഴിഞ്ഞാലും ഇത്തരത്തിൽ നമ്മൾ അവിടെ പാരായണം ചെയ്യണം എന്നർത്ഥം. അത് കഴിഞ്ഞാൽ ശ്രീരാമ അവതാരം കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ശ്രീരാമനെ പോലെ ഇതായി ശ്രീരാമ അവതാരം, ശ്രീരാമനെ എല്ലാവരും എന്ത് ചെയ്യുക? സ്തുതിക്കും. പിന്നീടുള്ളത് സ്തുതികളാണ്. ശ്രീരാമൻ്റെ അവതാരം കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്തുതികളാണ് പാരായണം ചെയ്യേണ്ടത്. എന്താണ്? സാക്ഷാൽ നാരായണനെ പോലെ ഈ നിങ്ങൾ ഇത്തരത്തിൽ ശ്രേഷ്ഠന്മാരായി ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇടയിൽ നിങ്ങൾ
ആരാധിക്കപ്പെടുന്ന പുരുഷനായി, അല്ലെങ്കിൽ ശ്രേഷ്ഠ പുരുഷൻ എന്ന് പറയാൻ ശ്രേഷ്ഠത എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ആണും പെണ്ണുന്നല്ല. അപ്പോൾ ശ്രേഷ്ഠതയുള്ള ഒരു പുരുഷനായിട്ട് നീ ഇവിടെ ജനിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ജനിക്കണം എന്നൊരു തോന്നലുണ്ടാവണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ എന്നെ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. എങ്ങനെ? ഇവിടെ ശ്രീരാമൻ ജനിക്കുന്ന അവസരത്തിൽ കൗസല്യ സ്തുതി നടത്തുന്നുണ്ട്. അതുകൊണ്ട് ശ്രീരാമ അവതാരത്തിന് ശേഷം പിന്നെ നമ്മൾ 5ാമതായിട്ട് പാരായണം ചെയ്യേണ്ടത് എന്താണ്? കൗസല്യ സ്തുതിയാണ്. ഈ കൗസല്യാസ്തുതി നടത്തുന്നു. അതോടൊപ്പം അഹല്യാസ്തുതി, ഇതൊക്കെ തന്നെ ശ്രീരാമനെയാണ് സ്തുതിക്കുന്നത്. അതോടൊപ്പം അഗസ്ത്യസ്തുതിയുണ്ട്, കബന്ധസ്തുതിയുണ്ട്, അതുപോലെ തന്നെ ജടായുസ്തുതിയുണ്ട്, സ്വയംപ്രഭാസ്തുതിയുണ്ട്. ഇങ്ങനെയുള്ള സ്തുതികൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ഇതുപോലുള്ള സ്തുതികൾ നമ്മൾ ജപിക്കാം. ഇപ്പോൾ കൗസല്യ സ്തുതി കഴിഞ്ഞാൽ സമയം വളരെ കുറച്ചേ ഉള്ളെങ്കിൽ നിങ്ങൾ ജടായുസ്തുതി അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ സമയത്തിനനുസരിച്ച് സ്തുതികൾ നമുക്ക് ഓരോന്ന് പാരായണം ചെയ്യാം. സമയമില്ല, ശരീരം എടുക്കാനായി, ബോഡി എടുക്കാനായെങ്കിൽ നമ്മൾ ആ പാരായണം ചെയ്യുന്നത് ആ സ്തുതികളോടെ നമുക്ക് കുറക്കാം. ബാക്കിയെല്ലാം നമ്മൾ പാരായണം ചെയ്യണം. സ്തുതികൾ കൗസല്യ സ്തുതിയും പിന്നെ ജഡായു സ്തുതിയും കൂടി അവിടെ നിർത്തുക. എന്നതിന് ശേഷം പിന്നെ നമ്മൾ ആ ആരംഭത്തിലുള്ള ഭാഗം നമ്മൾ വായിക്കണം. നമ്മൾ രാമായണം വായിക്കുന്ന സമയത്ത് ആദ്യം തുടങ്ങുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗം നമ്മൾ വായിക്കും വീണ്ടും. ആ ഭാഗം വായിച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. എങ്ങനെയാണത്? അത് വായിച്ചിട്ട് അവൻ്റെ അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ അവിടെയുള്ള മുഴുവൻ വിശ്വാസികളും ഒന്നിച്ച് പാരായണം ചെയ്യണം. അതെങ്ങനെയാണ്? ഇവിടെ നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ആ സ്തുതികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ഇവിടെ നിർത്തേണ്ടത്. അപ്പോൾ ഈ ഭാഗം വായിക്കുന്ന അവസരത്തിൽ ആ ഏറ്റവും ശ്രേഷ്ഠമായ ശ്രീരാമചന്ദ്രൻ്റെ ആ പേര് വിളിച്ച് ആ സ്തുതിച്ചും കൊണ്ട് നമ്മൾ ആ വായിക്കുന്നുണ്ടല്ലോ. എന്താണ്? അടുത്ത ജന്മം ശ്രേഷ്ഠ ജന്മമായി നീ ജനിക്കുകയാണെങ്കിൽ, എല്ലാവരും പുകഴ്ത്തുന്ന തരത്തിൽ ശ്രേഷ്ഠനായിട്ട് മാറുകയാണെങ്കിൽ നിനക്ക് സാക്ഷാൽ സീതാഭിരാമനായി തീരാൻ പറ്റും. എന്ന് വെച്ചാൽ ലക്ഷ്മിയുടെ ഭർത്താവായിട്ട്, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠതയുള്ള ഒരു പങ്കാളിയെ നിനക്ക് കിട്ടും. മാത്രമല്ല, നീ ലോകത്ത് മുഴുവൻ തന്നെ ആദരിക്കപ്പെടുന്ന വ്യക്തിയായിത്തീരും. നീ ലോകത്തിലുള്ള മുഴുവൻ ദുഷ്ടശക്തികൾക്കും അന്തകനായിത്തീരും. ദുഷ്ടശക്തികൾ എന്ന് പറയുന്നത് എന്താ? എല്ലാ പാപങ്ങളും ചെയ്യാത്ത നല്ലവനായിത്തീരും. ആരില്ലെങ്കിലും എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അവനെ നേർവഴിക്ക് നയിക്കുന്ന ശ്രേഷ്ഠനായിത്തീരും. എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നവനായിത്തീരും എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച് നല്ലൊരു ശ്രേഷ്ഠമായ വിഗ്രഹ രൂപത്തോടു കൂടി നിനക്ക് ജനിക്കാൻ കഴിയും. ഈ രാമായണ ഭാഗം അവിടെ കേൾക്കുന്ന ആത്മാവിനോട് പറയുകയാണ്. ഈ അവസരത്തിൽ ആ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ, ഇത് പറയുമ്പോൾ എല്ലാവരും ഒന്നിച്ച് നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ എന്ന് എല്ലാവരും അവിടെ കൂടിയിരിക്കുന്ന ബന്ധുമിത്രാദികൾ, പ്രത്യേകിച്ച് ബന്ധുക്കൾ, മക്കൾ, മറ്റുള്ള പൗരജനങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ജപിച്ചും കൊണ്ട് ഈ ശരീരം എടുത്തുകൊണ്ട് തോളിൽ വെച്ചുകൊണ്ട് ശ്മശാനത്തിലേക്ക് യാത്രയാവും. ഈ നാമം ജപിച്ചു കൊണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് 4 ഹിന്ദുക്കൾ ഒന്നിച്ചു പോകുന്നത്. അതുവരെ ഒന്നിച്ചു പോകാൻ ഇവർക്ക് കഴിയില്ല. കാരണം അഭിപ്രായ വ്യത്യാസം, എപ്പോഴും അടി പിടി ബഹളം, ഒരാളെ മറ്റൊരാൾക്ക് കണ്ടുകൂടാ, അസൂയ, കുശുമ്പ്, പുന്നായ്മ എല്ലാം ഉണ്ട്. പക്ഷെ ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ ഈ ശവം ചുമക്കുന്ന സമയത്ത് മാത്രമാണ് ഒത്തൊരുമയോടുകൂടി ഒരു ദിക്കിലേക്ക് പോകുന്നത്. മാറണം. എങ്ങനെ?
ഈ നാമജപത്തോടുകൂടി നമ്മളും ശ്രേഷ്ഠന്മാരാകണം, നാരായണന്മാരായി തീരാൻ നമുക്ക് കഴിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാമജപത്തോടുകൂടി സീരിയലിലെ കഥ പറഞ്ഞിട്ട് പലരും പോകാറ്, അല്ലെങ്കിൽ ഈ മരിച്ച ആൾക്കാരുടെ കുറ്റങ്ങളോ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ദോഷങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കഥകളും പറഞ്ഞിട്ട് പോകുന്നതിന് പകരം നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ ശ്മശാനത്തിൽ കൊണ്ടുപോവുക. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠമായ ഒരു ആചാരമാണ് നമുക്കുള്ളത്. പക്ഷേ എത്ര സ്ഥലത്ത് ഈ ആചാരം നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇനിയെങ്കിലും നമ്മുടെ വീടുകളിൽ ഇത്തരം ആചാരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഒരു തരത്തിലും ദോഷമില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം വെച്ചാൽ, എവിടെയെങ്കിലും നമ്മുടെ അടുത്ത പരിസരത്ത് ആരെങ്കിലും മരിച്ചിട്ട് അവിടെ രാമായണം വായിക്കുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ വരും. അതുപോലെ നമ്മൾ ഓരോ ആൾക്കാരും പോവുക, വായിക്കുക. നമ്മുടെ വീട്ടിലും നമ്മളിത് നിർബന്ധമാക്കുക. ഇതിൻ്റെ പുണ്യം ആ ആത്മാവിനും അതുപോലെ തന്നെ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ മുമ്പ് ഉണ്ടായിരുന്ന ശ്രേഷ്ഠമായ ഒരു ആചാരം അത് നശിച്ചു പോകാതിരിക്കാൻ അത് നമ്മളിലൂടെ നമുക്കത് നിലനിർത്താൻ കഴിയണം. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം? നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ്. ഇത് നമ്മൾ നടപ്പിലാക്കും, ഉറപ്പിച്ചു. എന്നാൽ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ ഈ ആചാരം നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരിലും എത്തണം. ഈ ആചാരം നമ്മുടെ സുഹൃത്തുക്കളിൽ എത്തണം, നമ്മുടെ ബന്ധുക്കളിൽ എത്തണം. അവരെന്ത് വേണം? ഈ വീഡിയോ നിങ്ങൾ പരമാവധി അവർക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ മറ്റ് ക്ലബ്ബുകളുടെ ഗ്രൂപ്പ് ഉണ്ടാവും, വിദ്യാലയത്തിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും. അങ്ങനെ എന്തൊക്കെ ഗ്രൂപ്പ് ഉണ്ടോ അതിലൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുക. വ്യക്തികൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ 10 ആൾക്കാർക്ക് നിങ്ങൾ അയച്ചു കൊടുത്താൽ 5 ആൾക്കാരില്ല, അല്ലെങ്കിൽ 2 ആളിൽ മാറ്റം വരും. നിങ്ങൾ കാരണം, നിങ്ങൾ ഒരാൾ കാരണം 2 ആൾക്കാരിൽ മാറ്റം വന്നാൽ അത് നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും, നിങ്ങൾക്കാണ് അതിൻ്റെ പുണ്യം. അപ്പോൾ അതെന്തുകൊണ്ട് വേണം? നമ്മൾക്ക് ഈ രാമായണ ശ്രേഷ്ഠമായ രാമായണത്തിൻ്റെ പുണ്യം എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നേരെ താഴെ കമൻറ്റിന് താഴെ എഴുതിയിട്ടുണ്ടല്ലോ, അവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ മറ്റൊരവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.